യൂറോപ്യൻ യൂണിയന് ഇനിയും മാറി നിൽക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ നടപടിയെടുത്തേ തീരൂ. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്ന നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തികൾക്ക് നേരെ ഇനിയും കണ്ണുകൾ അടച്ചുപിടിച്ച് കാണാതെ ഇരിക്കരുതെന്ന് യൂറോപ്യൻ യൂണിയനോട് സ്പെയിൻ, സ്ലൊവേനിയ, അയർലൻഡ് എന്നീ 3 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസിന് അയച്ച കത്തിലാണ് 3 സർക്കാരുകളും ഒറ്റക്കെട്ടായി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ലക്സംബർഗിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് ഈ നീക്കം. അന്താരാഷ്ട്ര നിയമങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി തന്നെയാണ് ഈ 3 രാജ്യങ്ങളും മുന്നിട്ടിറങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ചർച്ച ചെയ്യണമെന്നും രാജ്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗസ, വെസ്റ്റ് ബാങ്ക്, ലബനാൻ എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ വഷളാകുമ്പോൾ യൂറോപ്യൻ യൂണിയന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും ഉടനടിയുള്ള ധീരമായ നടപടി വേണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ലംഘിക്കുന്ന നിരവധി നടപടികൾ സ്വീകരിക്കുന്നതായും അത് ദിനംപ്രതി തുടരുന്നതായും 3 സർക്കാരുകളും ഒരേ സ്വരത്തിലാണ് പറഞ്ഞുവെക്കുന്നത്. ഇത് യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും തമ്മിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, വ്യാപാര ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്ന 95-ലെ കരാറിനെ ലംഘിച്ചുവെന്നും അവർ പറയാൻ മറന്നില്ല. നിലപാട് മാറ്റണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സ്ഥിരമായി അവഗണിച്ചതായും സൈനിക കോടതികളിൽ ശിക്ഷിക്കപ്പെട്ട ഫലസ്തീനികളെ തൂക്കിക്കൊല്ലുന്ന ഇസ്രായേലിന്റെ നിയമം പൂർണ്ണമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും മന്ത്രിമാർ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഫലസ്തീനികൾ നേരിടുന്ന കൊടും പീഡനം, അടിച്ചമർത്തൽ, അക്രമം, വിവേചനം എന്നിവ ദിനംപ്രതി കൂടി വരികയാണെന്നും 3 രാജ്യങ്ങളും പറഞ്ഞുവെക്കുന്നു. ഗസയിലെ മാനുഷിക പ്രതിസന്ധിയും തുടർച്ചയായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങളും പ്രദേശത്തേക്കുള്ള അടിസ്ഥാന സഹായ വിതരണത്തിലെ തടസ്സങ്ങളും ഇസ്രായേലിന്റെ മാത്രം നിർമ്മിതികളാണെന്നും അതിനെതിരെ യൂറോപ്യൻ യൂണിയന് ഇനി കണ്ണടച്ച് ഇരുട്ടാക്കി കണ്ടിൽ നിന്ന് നടിക്കാൻ കഴിയില്ലെന്നും ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണമെന്നും ഉറപ്പിച്ചു പറയുകയാണ് ഈ 3 രാജ്യങ്ങളും.